ആലസ് ഹെർബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയിലേനെ കുറിച്ചിട്ടാണ്. മൊരിങ്ങ ഒലൈഫെറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾ തന്നെയും ഭക്ഷണാവശ്യത്തിനായിട്ടും പലവിധ ചികിത്സയ്ക്കായിട്ടും അതുപോലെ വിപണനത്തിനെല്ലാം തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. മുരിങ്ങയിലയെ നമുക്ക് സാലഡായിട്ടും റോസ്റ്റായിട്ടും അതുപോലെ ഇതിനെ വെയിലത്ത് ഉണക്കി പൊടിച്ച് പൗഡറായിട്ടെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിച്ചാലും ഇതിൻ്റെ പോഷക ഗുണങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ചെങ്കണ്ണ്, വിരശല്യം എന്നിവയെല്ലാം ശമിപ്പിക്കുവാനായിട്ട് ഇന്ത്യയിൽ പ്രാചീനകാലം മുതൽ തന്നെ മുരിങ്ങയിലയെ ഉപയോഗിച്ചു പോന്നിരുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനെല്ലാം തന്നെ മുരിങ്ങയിലയുടെ ജ്യൂസ് വളരെയധികം ഉപകാരപ്രദമാണ്. വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകമൂല്യങ്ങളെല്ലാം തന്നെ ഈ മുരിങ്ങയുടെ ഇലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പാലിനേക്കാൾ 4 ഇരട്ടിയിലധികം കാൽസ്യവും അതുപോലെ പ്രോട്ടീനും ഉണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മുരിങ്ങയില ജ്യൂസ് ഒരു കാൽഷ്യം പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ മുരിങ്ങയിലയിൽ കാണപ്പെടുന്ന മറ്റു മൂലകങ്ങളാണ് പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, അയൺ ആൻഡ് കോപ്പർ എന്നിവയെല്ലാം. 300-ലധികം അസുഖങ്ങൾക്കുള്ളൊരു ഒറ്റമൂലിയായിട്ടാണ് മുരിങ്ങയിലയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മിറാക്കിൾ ട്രീ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുരിങ്ങയിലയുടെ ജ്യൂസ് വളരെ നല്ലതാണ്. 100 ഗ്രാം മുരിങ്ങ പൗഡറിൽ 34 ഗ്രാം ഫൈബറാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കുറയുകയും അതുവഴി വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും സാധിക്കുന്നു. മുരിങ്ങ പൗഡറിൻ്റെ ഓവർഡോസ് കാരണം ശരീരത്തിൽ അയൺ കണ്ടൻറ്റ് കൂടുകയും അത് മറ്റു ഓർഗനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിർദ്ദേശിക്കുന്നത് 70 ഗ്രാം മുരിങ്ങ പൗഡറാണ് ഒരു ദിവസം. മുരിങ്ങയിലെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.